വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് മാത്തേറാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ വേണ്ടി പറ്റും. മാത്തേറാനിലേക്ക് എത്തിപ്പെടാനുള്ള റൂട്ട് ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. മാത്തേറാൻ്റെ അമാൻ ലോഡ്ജിൽ നിന്ന് മാത്തേറാൻ ടൗണിലേക്ക് റെയിൽവേ ട്രാക്കിലൂടെ നടന്നിട്ട് പോകുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ആ സമയത്ത് ട്രെയിനും കൂടി വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടും. അമാൻ ലോഡ്ജിൽ നിന്ന് മാത്തേറാൻ ടൗണിലേക്ക് കുതിരവണ്ടിയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ അവൈലബിൾ ആണ്. പക്ഷേ ഓട്ടോറിക്ഷ ഈ മാത്തേറാൻ ടൗൺ വരെ ഉണ്ടാവുമല്ലോ. ഇവിടേക്ക് വരുന്നവർ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. രാത്രിയിലെ എക്സ്പീരിയൻസും വളരെ നല്ലതാണ്. ചെറിയ റേറ്റിന് ഇവിടെ റൂമും അവൈലബിൾ ആയിരിക്കും. ഓരോ വ്യൂ പോയിന്റിലേക്കുള്ള സൈൻ ബോർഡ് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ സ്ഥലവും മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി നോക്കാം. മാത്തേറാനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ വ്യൂ പോയിന്റുമാണ്. സീസൺ ടൈമിൽ ചെറിയൊരു ചാറ്റൽ മഴയും അതിൻ്റെ കൂടെ തന്നെ കോടയും കൂടി ആകുമ്പോൾ വല്ലാത്തൊരു കാഴ്ച തന്നെ മാത്തേറാൻ നമുക്ക് സമ്മാനിക്കും. മാത്തേറാനിലെ ക്ലൈമറ്റും അതുപോലെ തന്നെ ഓരോ വ്യൂ പോയിന്റും പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷവുമാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ അങ്ങോട്ടൊക്കെ ആകർഷിക്കുന്നത്. എല്ലാ വ്യൂ പോയിന്റിലേക്കും നമുക്ക് നടന്നിട്ട് തന്നെ പോകാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് പറ്റുവാണെങ്കിൽ നമ്മൾ അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അവിടുത്തെ മെയിനായിട്ടുള്ളൊരു വരുമാന മാർഗം കൂടിയാണ് ഇവിടുത്തെ ഹോഴ്സ് റൈഡിങ്. ഏകദേശം 30ഓളം വ്യൂ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് മാക്സിമം നമ്മളെല്ലാം കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. മാത്തേറാനിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ റിവേഴ്സ് വാട്ടർഫാൾ. ഇത് ഞാൻ നോർമൽ വീഡിയോ റിവേഴ്സിൽ ഇട്ടതാണ്. അവിടെ ശക്തിയുള്ള കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം റിവേഴ്സ് വരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പോയ ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുത്തെ കുറച്ച് വ്യൂ പോയിന്റ് പേര് കണ്ടിട്ട് നമുക്ക് കുറച്ച് ചിരി വന്നിന്. പക്ഷെ അവിടുത്തെ വ്യൂ എല്ലാം അടിപൊളിയായിരുന്നു. മാത്തേറാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി ശനി ഞായർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് നല്ല തിരക്കുമായിരിക്കും. അതുപോലെ തന്നെ റൂംസിനൊക്കെ കുറച്ച് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. വേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഹോൺ അടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ടോയ് ട്രെയിൻ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അവിടെ പോയാൽ എന്തായാലും ഇത് എക്സ്പ്ലോർ ചെയ്യണം. ടോയ് ട്രെയിനിൽ പോകുമ്പം കാണുന്ന കാഴ്ചകളും അതുപോലെ തന്നെ ആ ഒരു അനുഭവം നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ ഒരു ദിവസം മാത്തേറാനിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ മടങ്ങുക ചെയ്തത്. നമ്മൾ മാത്തേറാനിൽ നിന്ന് മടങ്ങുമ്പോഴൊക്കെ തന്നെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾ മാത്തേറാനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. മാത്തേറാനിലേക്കുള്ള വഴിയിലും അതിൻ്റെ എൻട്രി പോയിന്റിലും നല്ല തിരക്കായിരുന്നു. തിരിച്ചു പോകുമ്പോൾ നമ്മൾ നേരെ മുംബൈയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഗോവയിൽ ഇറങ്ങിയാൽ നമുക്ക് ദൂദ്സാഗർ വാട്ടർഫാളും കൂടി കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഗോവയിൽ നിന്ന് കാസ്റ്റൽ ലോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറിയാൽ ട്രെയിനിൽ നിന്ന് തന്നെ നമുക്ക് ദൂദ്സാഗർ വ്യൂ കിട്ടും. കാസ്റ്റൽ ലോക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് തിരിച്ച് മഡ്ഗാണിലേക്കും ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ ആ യാത്രയിൽ നമുക്ക് ഒന്നും കൂടി ദൂദ്സാഗറിൻ്റെ വ്യൂ കിട്ടും. പൻവേൽ സ്റ്റേഷനിൽ നിന്ന് നേരെയുള്ള ലോക്കൽ ട്രെയിനിന് പോവാം. അവിടെ നിന്ന് മാത്തേറാനിലേക്ക് 100 രൂപയ്ക്ക് ടാക്സി കിട്ടും.